ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കപ്പുളിങ്കറിയാണ്. ചക്കപ്പുളിങ്കറി എല്ലാവരും വെക്കുമോയെന്ന് അറിയില്ല, പക്ഷേ ഇത് ഞങ്ങളുടെ പാലക്കാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. പിന്നെ അതുമല്ല, ചക്കക്കാലം ആയിക്കഴിഞ്ഞാൽ കാത്തിരിക്കും ഞങ്ങൾ ഈ പുളിങ്കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റിയാണ്, അതേസമയം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ മെഷർമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പരിപ്പും പുളിയൊക്കെ ചേർക്കാവുന്നതാണ്. ഈ കാണുന്ന ഇടിച്ചക്ക ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. ഇങ്ങനെ പുളിങ്കറിയുടെ പാകം എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ, ചെറുതായിട്ട് കുരു വരാൻ തുടങ്ങും, അതാണ് അതിൻ്റെ പാകം. അല്ലാത്തുള്ള ചക്ക എടുക്കുകയാണെങ്കിൽ പുളിങ്കറിക്ക് നന്നായിരിക്കില്ല, അത് തോരനേ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കറിലേക്ക് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പരിപ്പാണ്, തോരപ്പരിപ്പ്. അതും വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചധികം പരിപ്പ് വേണം ഈ പുളിങ്കറിക്ക്. പിന്നെ വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു 2-3 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇത് കറക്റ്റാണ്. ഒരു പാത്രത്തിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കേണ്ട. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ട കാരണം ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ, കുറച്ചുകൂടെ കളർ കിട്ടാനായിട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക കഷ്ണങ്ങളും പരിപ്പും കൂടെ ചേർന്നത് ഇതിലേക്ക് ഇടാം. വീട്ടിലെല്ലാവർക്കും ഈ ചക്കപ്പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ടുള്ള ഒരു ചക്ക തന്നെ എടുത്തത്, നെക്സ്റ്റ് ഡേക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേക്ക് ഇനിയും ടേസ്റ്റാണത്. നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഈ ചക്ക കഷ്ണങ്ങൾ പുളിയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ചാൽ മതി. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. അതിന് ശേഷം കടുകിടാം. ഇങ്ങനെ ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയും കടുകൊന്നും പുറത്താവില്ല. അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക കുറച്ച്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം, പക്ഷേ ചെറിയുള്ളി പുളിങ്കറിക്ക് എടുത്താൽ കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം. താളിപ്പ് പുളിങ്കറിയിലേക്ക് ഇടാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പാത്രഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ പുളിങ്കറി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.